കള്ളവോട്ടിനായി CPM പയ്യന്നൂരിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്ന ആരോപണത്തിൽ ഉറച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പ്രസ്താവന പിൻവലിച്ച് ഖേദപ്രകടനം നടത്തിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM ജില്ലാ നേതൃത്വം. കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. പറയാ അജീഷ്. ഗുഡ് മോർണിംഗ് എസ് കെ. മെനഞ്ഞാന്നാണ് KC വേണുഗോപാൽ കണ്ണൂരിൽ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ 3-ാം നിലയിൽ CPM വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവൊന്നുമില്ല, CPM പ്രവർത്തകർ തന്നെയാണ് ഈ വിവരം നൽകിയതെന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസുമാണ് അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. അതിന് പിന്നാലെ തന്നെ ഈ KC വേണുഗോപാലിന്റെ ഈ ആരോപണങ്ങളെ തള്ളി CPMന്റെ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെല്ലാം രംഗത്തെത്തി. MV ഗോവിന്ദനും P ജയരാജനും EP ജയരാജൻ അടക്കമുള്ളവർ അദ്ദേഹം പറയുന്നത് അസംബന്ധവും പച്ച നുണയുമാണ് എന്നുള്ളതാണ് ഈ അന്നുള്ള നിലപാടുമായി രംഗത്തെത്തുകയായിരുന്നു. മാത്രമല്ല, ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഈ പ്രസ്താവന പിൻവലിച്ച് ഖേദപ്രകടനം നടത്തിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹത്തിന് ഒരു വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. എന്തായാലും ഇതുവരെയ്ക്കും KC വേണുഗോപാൽ ഇത് സംബന്ധിച്ച് ഒരു ഖേദപ്രകടനം നടത്തിയിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഇതിന് പിന്നാലെ ഈ കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായി. UDFന്റെ പരാതിയിൽ അവിടെ CPMുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സഹകരണ സൊസൈറ്റിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പോലീസിന്റെയും ഒരു റെയ്ഡ് നടന്നിരുന്നു. 4 മണിക്കൂറോളം ഈ റെയ്ഡ് നീണ്ടുപോയിരുന്നു. അവിടെ ഈ ചെത്തു തൊഴിലാളികളുടെ കൂട്ടായ്മയായ സംഘടന അതിൽ ടാപ്കോസ് എന്ന സൊസൈറ്റിയിലാണ് പരിശോധന നടന്നത് തളിപ്പറമ്പിൽ. അവിടെ 4 മണിക്കൂർ പരിശോധന നടത്തിയിട്ട് ഒന്നും ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെയും ഇതേപോലെ വ്യാജരേഖകൾ നിർമ്മിക്കുന്നു എന്നായിരുന്നു UDFന്റെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തള്ളി CPMന്റെ വിശദീകരണ കുറിപ്പ് ഇതിന് പിന്നാലെ എത്തി. 4 മണിക്കൂർ പരിശോധന നടത്തിയിട്ടും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ TK ഗോവിന്ദൻ, UDFന്റെ തളിപ്പറമ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള TK ഗോവിന്ദനാണ് ഈ പരാതിക്ക് പിന്നിൽ എന്നുള്ളതാണ് CPMന്റെ ആരോപണം. അദ്ദേഹം ഒറ്റുകാരനെ പോലെയാണ് പെരുമാറുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ളൊരു വിമർശനമാണ് CPMന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നത്. എന്തായാലും KC വേണുഗോപാലിന്റെ കാര്യത്തിൽ അദ്ദേഹം ഈ പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ കടുത്ത നിയമ നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് CPMന്റെ നിലപാട്. എന്തായാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ജില്ലാ നേതൃത്വം ഇപ്പോൾ ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.